നമസ്കാരം. ടാരോഡ് സ്പിരിച്വൽ ഹീലിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കുന്നത് നിങ്ങളുടെ പേഴ്സന്റെ കറന്റ് എനർജി എന്താണെന്നുള്ളതാണ്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ജനറൽസ് ആണ്. നിങ്ങൾ എപ്പോഴാണോ ഈ റീഡിംഗ് കാണുന്നത് അപ്പോൾ മുതലാണ് നിങ്ങൾക്ക് ഇത് വാലിഡ് ആയി തുടങ്ങുന്നത്. അതുപോലെ ഈ റീഡിംഗിൽ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്ന കാര്യങ്ങൾ നിങ്ങൾ എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ വിട്ടുകളയാം. അതുപോലെ ലവേഴ്സ് ആയിക്കോട്ടെ, എക്സ്ട്രാ മാരിറ്റൽ അഫെയറുള്ള ആളുകളായിക്കോട്ടെ, എല്ലാവർക്കും ഈ റീഡിംഗ് എടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് പേഴ്സണൽ റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ മുകളിൽ കൊടുക്കുന്ന വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ പോസിറ്റീവ് മൈൻഡ് സെറ്റോട് കൂടി ഇരുന്നിട്ട് റീഡിംഗ് കാണാം. ദ ഡബിൾ എനർജിയാണ് ഈ റിലേഷൻ. നിങ്ങളുടെ പേഴ്സൺ ഒരു ടോക്സിക് ആയിട്ടുള്ള ഒരാളാണെന്നാണ് കാണിക്കുന്നത്. അവർ നിങ്ങളെ സ്നേഹിക്കുന്നു എന്ന് തോന്നിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന എനർജിയാണ്. അതായത് അവർക്ക് സെൽഫിഷ് ആയിട്ടാണ് ഈ റിലേഷനിൽ അവർ പെരുമാറുന്നത്. ചില സമയത്ത് അവർ സ്നേഹത്തോടു കൂടി നിൽക്കും, പിന്നീട് അവരുടെ ആ ഒരു യഥാർത്ഥ മുഖം അല്ലെങ്കിൽ അവരുടെ ടോക്സിസിറ്റി അവർ കാണിക്കും. അപ്പം എന്നിട്ട് നിങ്ങളുടെ ഭാഗത്താണ് തെറ്റ്, അല്ലെങ്കിൽ നിങ്ങളാണ് കുറ്റം ചെയ്യുന്ന ആള്, അല്ലെങ്കിൽ നിങ്ങളുടെ ഭാഗത്തുള്ള മിസ്റ്റേക്ക് കൊണ്ടാണ് റിലേഷനിലെ പ്രശ്നങ്ങൾ വരുന്നത് എന്ന് വരുത്തി തീർക്കുന്ന ഒരു എനർജിയാണ് കാണിക്കുന്നത്. ഈ റിലേഷനിൽ നിങ്ങൾക്ക് എപ്പോഴും നിങ്ങളെ ഇതിലിങ്ങനെ കുടുക്കിയിട്ടിരിക്കുന്ന ഒരു എനർജിയാണ് കാണിക്കുന്നത്. ആ രീതിയിലാണ് ഈ റിലേഷൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പം അങ്ങനെ നിങ്ങളെ കുടുക്കിയിട്ടിരിക്കുന്ന ഒരു റിലേഷനാണിത്. അവർ നിങ്ങളെ സ്നേഹിക്കുന്നു എന്ന് നിങ്ങളെ തോന്നിപ്പിക്കുന്ന മാത്രമേ ചെയ്യുന്നുള്ളൂ, അല്ലാതെ അവർ ആത്മാർത്ഥമായിട്ട് നിങ്ങളെ സ്നേഹിക്കുന്നൊന്നുമില്ല. അവർ സെൽഫിഷാണ്, അവർക്ക് ഒരാളോടും സ്നേഹമില്ല. അവർ നിങ്ങളോട് സ്നേഹമുള്ള പോലെ നിങ്ങൾക്ക് തോന്നിപ്പിക്കുന്നു, എന്നിട്ട് ഈ റിലേഷൻ ഇങ്ങനെ കൊണ്ടുപോകുന്നു മുന്നോട്ട്. അപ്പം ഇവരുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അവരത് സോൾവ് ചെയ്യാൻ ശ്രമിക്കും. എന്നിട്ട് അതൊരു നിസ്സാര കാര്യമായിരുന്നു, അതത്ര വലിയ കാര്യമൊന്നും അല്ലായിരുന്നു, അല്ലെങ്കിൽ അവരുടെ ഭാഗത്തുനിന്ന് വന്ന ആ മിസ്റ്റേക്ക് എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമാണ്. അത് നിങ്ങൾ പെരുപ്പിച്ച് കാണിക്കുന്നതുകൊണ്ടാണ്, അല്ലെങ്കിൽ നിങ്ങളതൊരു വലുതാക്കി എടുക്കുന്നതുകൊണ്ടാണ് ഇത് ഒരു വലിയ പ്രശ്നമായിട്ട് മാറുന്നത്. അത് അത്ര വലിയ സീരിയസ് ആയിട്ടുള്ള കാര്യമൊന്നുമല്ല എന്നുള്ള രീതിയിൽ എന്ത് പ്രശ്നം വന്നാലും ആ ഒരു പ്രശ്നത്തെ നിസ്സാരമായി കാണാൻ നിങ്ങളുടെ പേഴ്സൺ ശ്രമിക്കുന്നു എന്നുള്ളതാണ് കാണിക്കുന്നത്. ദ മൂൺ കാർഡാണ് ഇവിടെ. നിങ്ങൾക്ക് ഇമോഷണലി ഭയങ്കരമായിട്ട് നിങ്ങളെ ടോർച്ചർ ചെയ്യുന്ന ഒരു എനർജിയാണ് കാണിക്കുന്നത്. എപ്പോഴും നിങ്ങൾക്ക് ഇമോഷണലി നിങ്ങളെപ്പോഴും വീക്കാക്കിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ് അവർ ഈ റിലേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ ഇമോഷൻസിനെ വെച്ചുകൊണ്ടാണ് അവർ കളിക്കുന്നത്. നിങ്ങൾ ഒരു പാവമാണ്, നിങ്ങൾ ഈ റിലേഷനെ അത്രയും പ്യുവറായിട്ടാണ് ഹാൻഡിൽ ചെയ്യുന്നത്. നിങ്ങൾ എന്തൊക്കെ ഇവർ കാണിച്ചാലും നിങ്ങൾ ഈ റിലേഷൻ വിട്ടു പോവില്ല എന്നുള്ളൊരു ചിന്ത നിങ്ങളുടെ പേഴ്സൺ ഉണ്ട്. അതുകൊണ്ട് അവർക്ക് തോന്നുന്ന സമയത്ത് റിലേഷൻ നിൽക്കുന്നു, അല്ലാത്തപ്പോഴും അവർ റിലേഷൻ വിട്ടു പോകുന്നു. അങ്ങനെ അവർ നിങ്ങളെ ഒരു ടോക്സിക് ആയിട്ട് ഡീൽ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുള്ളതാണ്. അതുപോലെ ഇവിടെ 10 ഓഫ് സോഴ്സ് എനർജി കാണിക്കുന്നത് ഇവിടെ ചീറ്റിംഗ് ആണ് നടക്കുന്നത്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ചീറ്റ് ചെയ്തുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. പക്ഷെ ആ ഒരു ചീറ്റിംഗ് നിങ്ങൾക്ക് ചോദ്യം ചെയ്യാൻ പാടില്ല. അവർ നിങ്ങളെ ഏത് രീതിയിൽ ട്രീറ്റ് ചെയ്താലും നിങ്ങൾക്ക് അതിനെതിരായിട്ടൊന്നും സംസാരിക്കാൻ പാടില്ല, ഒരു കാര്യവും പറയാൻ പാടില്ല. അങ്ങനെ പറഞ്ഞാൽ അതൊക്കെ വലിയ പ്രശ്നമായിട്ട് അവരെടുക്കുകയും ആ സമയത്ത് നിങ്ങൾ ആ ചോദ്യം ചെയ്ത കാര്യം എന്തോ ഒരു വലിയ പ്രശ്നമാണ്, നിങ്ങൾ ആളോട് അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു എന്ന് നിങ്ങൾക്ക് തോന്നിപ്പിക്കുന്ന രീതിയിൽ, നിങ്ങൾക്കൊരു കുറ്റബോധം ഉണ്ടാക്കുന്ന രീതിയിൽ അതിനെ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളതാണ് കാണിക്കുന്നത്. ഓക്കെ, ജഡ്ജ്മെന്റ് എന്നാണ് കാണിക്കുന്നത്. ഇത് യൂണിവേഴ്സിന്റെ ഭാഗത്തു നിന്നൊരു ജഡ്ജ്മെന്റ് ഈ റിലേഷനിൽ വരുന്നതായിട്ടാണ്. നിങ്ങൾ ഇതുവരെ അനുഭവിച്ച പ്രശ്നങ്ങൾക്ക്, അല്ലെങ്കിൽ നിങ്ങൾ ഇതുവരെ ഈ ഒരു റിലേഷനിൽ, ഈ ഒരു ടോക്സിക് റിലേഷൻ നിങ്ങൾ ഫേസ് ചെയ്ത കാര്യങ്ങൾക്കൊക്കെ യൂണിവേഴ്സായിട്ട് നിങ്ങൾക്ക് അതിനൊരു സൊല്യൂഷൻ കണ്ടെത്തി തരുന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങൾ യൂണിവേഴ്സിനോട് എന്താണോ ചോദിച്ചത്, നിങ്ങൾ ആഗ്രഹിച്ചത് എന്താണോ ആ ഒരു കാര്യം നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ്. ഈ ഒരു ടോക്സിക് റിലേഷനിൽ നിന്ന് പുറത്ത് കടന്നാൽ നിങ്ങൾ ആഗ്രഹിച്ചൊരു ലൈഫായിരിക്കും നിങ്ങൾക്ക് മുന്നോട്ട് വരുന്നതെന്നുള്ളതാണ് കാണിക്കുന്നത് കേട്ടോ. പേജ് ഓഫ് പെന്റിക്കിൾസ് എനർജിയാണ്. നിങ്ങൾ ഈ റിലേഷനിൽ എത്രയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായാലും ഈ റിലേഷനെ ചേർത്ത് നിർത്താനാണ് ശ്രമിച്ചിട്ടുള്ളത്. നിങ്ങളിത് വിട്ടുകളയാതെ പരമാവധി ഇത് മെയിൻറ്റെയിൻ ചെയ്യാനും ഇത് മുന്നോട്ട് കൊണ്ടുപോകാനുമാണ് നിങ്ങൾ ശ്രമിച്ചിട്ടുള്ളതെന്നാണ് കാണിക്കുന്നത്. നിങ്ങൾ അത്രയും ഒരു സ്നേഹത്തോടെ കെയർ ചെയ്ത് റിലേഷനെ നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ നിങ്ങളുടെ പേഴ്സൺ അത് ഇതുവരെ മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് കേട്ടോ.
നൈറ്റ് ഓഫ് പെന്റിക്കിൾസ് എനർജിയാണ്. അവർ നിങ്ങളുടെ ഫിനാൻഷ്യൽ സപ്പോർട്ട് അല്ലെങ്കിൽ നിങ്ങളിൽ നിന്ന് എന്തെങ്കിലും നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമോ എന്നുള്ള കാര്യത്തിൽ മാത്രമാണ് അവർ ശ്രദ്ധിക്കുന്നത്. അല്ലാതെ നിങ്ങളെ സ്നേഹിക്കുകയോ ഒരു ഇമോഷണൽ അറ്റാച്ച്മെന്റ് നിങ്ങളോട് ഉണ്ടാവുകയോ ഒന്നും ചെയ്യുന്നില്ല. ആ നേട്ടങ്ങൾക്ക് വേണ്ടി അവർ സ്നേഹമുള്ളതുപോലെ നിങ്ങളോട് അഭിനയിക്കുന്നു, എന്നിട്ട് ഈ റിലേഷൻ കൊണ്ടുപോകുന്നു. അപ്പോൾ ആ ഒരു അഭിനയത്തിൽ ആൾക്ക് നിങ്ങളോട് സ്നേഹം ഉണ്ടെന്ന് കരുതി ഈ ഒരു ടോക്സിക് റിലേഷനെ നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നു എന്നുള്ളതാണ് കാണിക്കുന്നത്. ഓക്കെ, നമുക്ക് കുറച്ച് മെസ്സേജ് കാർഡ് നോക്കാം. ന്യൂ ബിഗിനിങ്സ് എന്നാണ് കാണിക്കുന്നത്. ഈ റിലേഷനിൽ നിന്ന് നിങ്ങൾ പുറത്ത് കടക്കുന്ന സമയത്ത് നിങ്ങളുടെ ലൈഫിലോട്ട് ഒരു ന്യൂ സ്റ്റാർട്ട് ഉണ്ടാവുന്നതായിട്ടാണ്. ഒരു ന്യൂ ബിഗിനിങ് നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ ഒരു നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു പേഴ്സൺ അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന നിങ്ങളെ ആ റെസ്പെക്റ്റോടു കൂടി സ്നേഹത്തോടു കൂടി ട്രീറ്റ് ചെയ്യുന്ന ഒരു ലൈഫ് നിങ്ങൾക്ക് മുന്നോട്ട് വരും എന്നുള്ളതാണ് കാണിക്കുന്നത്. ഹോപ്പ്ഫുൾ എന്നാണ് കാണിക്കുന്നത്. അതായത് ഈ റിലേഷനിൽ നിന്ന് മുന്നോട്ട് പോയാൽ അല്ലെങ്കിൽ ഈ റിലേഷനിൽ നിന്ന് നിങ്ങൾ പുറത്ത് കടന്നാൽ നിങ്ങൾക്ക് നല്ലൊരു ഫ്യൂച്ചർ ലൈഫ് ഉണ്ടാവുന്നതായിട്ടാണ്. അങ്ങനെ ഒരു ഹോപ്പ് ഇവിടെ മുന്നോട്ട് കാണിക്കുന്നുണ്ട്. നിങ്ങൾ ഇത്രയും ടോക്സിക് ആയിട്ടുള്ള റിലേഷൻ നിങ്ങൾ ഇനിയും മെയിൻറ്റെയിൻ ചെയ്യാതിരിക്കുക. ആ ഒരു കണക്ഷനിൽ നിന്ന് നിങ്ങൾ പുറത്ത് കടക്കുന്ന സമയത്ത് നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നിങ്ങളെ സ്നേഹിക്കുന്ന റെസ്പെക്ട് ചെയ്യുന്ന ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിലോട്ട് വരും എന്നുള്ളതാണ് കാണിക്കുന്നത് കേട്ടോ. അഫ്രൈഡ് എന്ന് കാണിക്കുന്നത് നിങ്ങൾ പേടിക്കുന്നുണ്ട്, ഈ റിലേഷനിൽ നിന്ന് പുറത്ത് കടന്നാൽ എന്തായിരിക്കും പിന്നീട് എൻ്റെ ലൈഫ് എന്നുള്ളൊരു പേടി നിങ്ങൾക്ക് നന്നായിട്ടുണ്ട്. അപ്പം ആ ഒരു ഭയത്തിൽ നിന്ന് നിങ്ങൾ പുറത്ത് വരണം എന്നുള്ളതാണ് കേട്ടോ. അങ്ങനെ നിങ്ങൾ ഈ ഒരു ടോക്സിക് റിലേഷനിൽ നിന്ന് പുറത്ത് വരാനുള്ള ആ ഒരു ധൈര്യം കാണിച്ചാൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് മുന്നോട്ടുള്ള ലൈഫ് സക്സസ്ഫുൾ ആക്കി എടുക്കാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് കുറച്ച് ക്ലൂസ് കൂടി നോക്കാം. ഒക്ടോബർ 1987, ജൂൺ, ജൂലൈ, നവംബർ, പൂരുട്ടാതി, ഏപ്രിൽ, അശ്വതി, ഭരണി, കോഴിക്കോട്, ഡിസംബർ, കണ്ണൂർ, മാർച്ച് 1995, 1986, തിരുവാതിര. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റീഡിംഗ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.